സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജോസി വാഗമറ്റം എഴുതിയ നോവൽ തടങ്കൽപ്പാളയം തുടരുന്നു. ഭാഗം 19. ഹെഡ് കോൺസ്റ്റബിൾ ഇട്ടിച്ചൻ അകത്ത് കടന്നപ്പോഴേക്കും ഔസേപ്പച്ചൻ ചെന്ന് വാതിലടച്ചു. ഒരേറ്റുമുട്ടലിന് തയ്യാറാണോ ഔസേപ്പച്ചൻ? അതും പോലീസിനോട്? ഏയ്, അതിന് ഞാനാരാ? വാ സാറേ, നമുക്ക് മുകളിൽ പോയിരുന്ന് സംസാരിക്കാം. നമ്മൾ തമ്മിൽ പ്രശ്നമൊന്നും ഇല്ലല്ലോ. താൻ ഇപ്പോൾ നിൽക്കുന്നിടത്തു നിന്ന് അനങ്ങരുത്. ഞാൻ വിജിയോട് സംസാരിക്കാൻ പോകുന്നു. ഇൻസ്പെക്ടർ ശശിശങ്കർ ഇട്ടിച്ചനെ കണ്ണ് കാണിച്ചിട്ട് അകത്തേക്ക് നടന്നു. എസ് ഐ ശശിശങ്കർ മുറിയുടെ വാതിലിൽ മെല്ലെ തട്ടിയിട്ട് കാത്തു നിന്നു. മുറിക്കുള്ളിൽ പക്ഷേ വിജി ഉണ്ടായിരുന്നില്ല. ഔസേപ്പച്ചൻ അപ്പോഴേക്കും ശശിശങ്കറിൻ്റെ അടുത്തേക്ക് വന്നു. തികഞ്ഞ സൗഹാർദ്ദ ഭാവത്തിൽ അയാൾ പറഞ്ഞു, എന്തിനാ സാറേ നമുക്കിടയിൽ ഇതുപോലത്തെ ഏടാകൂടങ്ങൾ? സാറിന് എന്ത് വേണമെന്ന് പറഞ്ഞാൽ മതി, ഞാൻ തരാം. നമ്മൾ തമ്മിലൊരു ധാരണ പിശകുണ്ടായി എന്ന് വരുന്നത് എനിക്ക് നാണക്കേടാണ്. ഇതുവരെ തനിക്ക് വേണ്ടിയിട്ട് ഞാൻ പലതും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊക്കെ താൻ ഇത്ര വലിയ കുഴപ്പക്കാരനാണെന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റാത്തതുകൊണ്ടാണ്. ചില കള്ളത്തരങ്ങളും പെൺവിഷയവും ഒക്കെയേ തനിക്കുള്ളെന്നാണ് ഞാൻ കരുതിയിരുന്നത്. ഇപ്പോഴെന്ത് പറ്റി? ഔസേപ്പച്ചൻ നെറ്റി ചുളിച്ചു. പള്ളിത്താഴത്ത് സെബാസ്റ്റ്യനെ കൊന്നത് താനാണെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ എനിക്ക് സംശയമുണ്ട്. താനാണത് ചെയ്തതെങ്കിൽ തൻ്റെ കയ്യിൽ വിലങ്ങ് വയ്ക്കാൻ കിട്ടുന്ന ഒരവസരം ഞാൻ നഷ്ടപ്പെടുത്തില്ല. അത്ര വലിയൊരു ക്രിമിനൽ ഇതിലെ കയ്യും വീശി നടക്കുന്നതിനേക്കാൾ ജയിലിൽ കിടക്കുന്നത് കാണുന്നതാണ് എനിക്ക് സന്തോഷം. ഔസേപ്പച്ചൻ ഒച്ച വെച്ച് ചിരിച്ചു. അതിന് പക്ഷേ കരുത്തുണ്ടായില്ല. സാർ എന്തൊക്കെയായി പറയുന്നേ? സെബാസ്റ്റ്യനെ ഞാൻ കൊല്ലാനോ? എന്നിട്ട് പായ്പാട്ട് പിന്നെയെ ആ കുറ്റത്തിന് തൂക്കുമരം കയറ്റാനോ? ചെകുത്താൻ്റെ ബുദ്ധി പോലും അങ്ങനെ ഒരു പദ്ധതി വിളയുമോ സാറേ? ഇത് ഭയങ്കര വിചിത്രമായിരിക്കുന്നു. കുടിലബുദ്ധിയുടെ കാര്യത്തിലെ ചെകുത്താനെയും തോൽപ്പിക്കുന്നവനാണോ താൻ എന്ന് ഞാനൊന്ന് പരിശോധിക്കട്ടെ. തെറ്റ് ചെയ്യാത്തവന് എന്തിനാടോ പേടി? ഒരു കാര്യം എനിക്ക് ഉറപ്പായി, മനസാക്ഷി ഇല്ലാത്തവനാ താൻ. ചതിക്കാനും വഞ്ചിക്കാനും ഒരു ഉളുപ്പുമില്ലാത്തവൻ. അതിൻ്റെ ചുവട് പിടിച്ചാൽ ഞാൻ എൻ്റെ അന്വേഷണം തുടങ്ങുന്നത്. സാറിൻ്റെ തലയിൽ എങ്ങനെ ഇതുപോലൊരു ചിന്ത കയറിയെന്ന് ആലോചിച്ചിട്ട് എനിക്ക് അതിശയം തോന്നുന്നു. ഔസേപ്പച്ചൻ ആത്മവിശ്വാസമില്ലാത്ത സ്വരത്തിൽ പിറുപിറുത്തു. തൻ്റെ ഭാര്യയെ വിളിക്ക്, എനിക്ക് സമയം കളയാനില്ല. സാറിന് അവളെ ചോദ്യം ചെയ്യണമെന്ന് നിർബന്ധമാണെങ്കിൽ ആയിക്കോ. പക്ഷേ ഇപ്പോൾ ഇവിടെ വെച്ച് വേണോ? സാറ് പറയുന്നിടത്ത് ഞാൻ അവളെ കൂട്ടിക്കൊണ്ടുവരാം. ക്വാർട്ടേഴ്സിൽ കൊണ്ടുവന്നാൽ മതിയോ, അതോ ഏതെങ്കിലും ഹോട്ടൽ മുറിയിൽ? ഔസേപ്പച്ചൻ്റെ വാക്കുകൾക്കിടയിൽ ഒളിഞ്ഞു കിടന്ന ധ്വനി ശശിശങ്കറിന് മനസ്സിലായി. അയാൾ തോക്കിൻകുഴലിലൂടെ എന്ന വണ്ണം ഔസേപ്പച്ചനെ നോക്കി. പിന്നെ തിരിഞ്ഞ് ഉച്ചത്തിൽ വിളിച്ചു, വിജി. വിജി കിച്ചണിലായിരുന്നു. വിളിവെച്ച കേട്ട് അവൾ ഹാളിലേക്ക് വന്നു. ഔസേപ്പച്ചനും ഇൻസ്പെക്ടർ ശശിശങ്കറും ഇടഞ്ഞ മട്ടിൽ നിൽക്കുന്നത് അവൾ കണ്ടു. ഹാളിൽ വേറെയും പോലീസ്, ഔസേപ്പച്ചൻ്റെ അംഗരക്ഷകരുമുണ്ട്. വിജിയോട് എനിക്ക് ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. ഒന്നെങ്കിൽ ഞങ്ങളോട് സഹകരിക്കുക, അല്ലെങ്കിൽ സ്റ്റേഷനിലേക്ക് വരിക. എന്താ ചോദിക്കാനുള്ളത്? വിജി ഉദാസീനതയോടെ അയാളെ നോക്കി. പ്രൈവറ്റായിട്ട് സംസാരിക്കണം. നിങ്ങളുടെ ഭർത്താവിൻ്റെ സാന്നിധ്യം പോലും പാടില്ല. അതെൻ്റെ ഭർത്താവ് തന്നെ തീരുമാനിക്കട്ടെ. അവൾ ഔസേപ്പച്ചനെ നോക്കി. ശരി ഔസേപ്പച്ചൻ, പറയൂ. സ്റ്റേഷനിൽ കൊണ്ടുപോയി ചോദ്യം ചെയ്യണോ, അതോ ഇവിടെ വെച്ച് മതിയോ? ഇവിടെ വെച്ചായിക്കോട്ടെ. ഔസേപ്പച്ചൻ ഒരു നിന്നാഭാവത്തോടെ മുരണ്ടു. ശശിശങ്കർ വിജിയെയും വിളിച്ചുകൊണ്ട് തൊട്ടടുത്ത മുറിയിലേക്ക് കയറി. ഡ്രോയിങ് റൂം ആയിരുന്നു അത്. ശശിശങ്കർ വാതിൽ ചാരാനായി നീങ്ങിക്കൊണ്ട് ഔസേപ്പച്ചനോട് പറഞ്ഞു, താൻ ആ കോണിച്ചോട്ടിൽ പോയി നിൽക്കണം. ഔസേപ്പച്ചനെ അനുസരിക്കുകയേ തരമുണ്ടായിരുന്നുള്ളൂ. വാതിൽ ചാരിയിട്ട് ശശിശങ്കർ ചോദിച്ചു, പള്ളിത്താഴത്ത് വിൻസെൻറ്റിനെ ആരാണ് കൊലപ്പെടുത്തിയത്? വിജി ആദ്യമൊന്ന് അമ്പരന്നു. ക്രമേണ ഒരു പരിഹാസ ചിരി അവളുടെ ചുണ്ടുകളിൽ നിറഞ്ഞു. പായ്പാട്ട് വിൻസെൻ്റ് തന്നെയാണെന്ന് ഉറപ്പുണ്ടോ? സാറ് തന്നെയല്ലേ കൊലക്കുറ്റത്തിന് ആ മനുഷ്യനെ അറസ്റ്റ് ചെയ്തത്? സാറ് തന്നെയല്ലേ കേസ് അന്വേഷിച്ചതും തെളിവുണ്ടാക്കിയതും? കോടതി പായ്പാട്ട് വിൻസെൻറ്റിന് മരണശിക്ഷ വിധിക്കുകയും ചെയ്തല്ലോ. ഇനി എൻ്റെ ഉറപ്പിൽ എന്ത് കാര്യം? ഒരു കാര്യവുമില്ലാതെ ഞാൻ ഈ ചോദ്യം ചോദിക്കില്ലല്ലോ. സാറിന് ഇപ്പോഴെങ്ങനെ ഒരു സംശയം തോന്നാൻ എന്താണാവോ കാരണം? പായ്പാട്ട് വിൻസെൻ്റ് അല്ല യഥാർത്ഥ കൊലയാളി എന്ന് ഞാൻ സംശയിക്കുന്നു. സാറിന് 3.5 കൊല്ലത്തിന് ശേഷമാണോ ഈ സംശയം തോന്നിയത്? പോലീസിനെ സംശയിക്കാമല്ലോ. ഞാൻ ചോദിച്ചതിൻ്റെ ഉത്തരമല്ല അത്. പായ്പാട്ട് വിൻസെൻ്റ് അല്ല കൊലയാളി എന്ന് 3.5 കൊല്ലം മുമ്പ് സാറിന് മനസ്സിലായിരുന്നോ ഇല്ലയോ? ഇങ്ങോട്ട് ചോദ്യമൊന്നും വേണ്ട. ക്വസ്റ്റ്യൻ ചെയ്യുന്നത് ഞാനാണ്. ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി പറഞ്ഞാൽ മതി. പറയാൻ എനിക്ക് സൗകര്യപ്പെടുന്നില്ലെങ്കിലോ? ശശിശങ്കറിൻ്റെ മുഖം ചുവന്നു. തത്ത പറയുന്നത് പോലെ നീ പറയും. പറയിപ്പിക്കാൻ കഴിവുള്ളവനാ ഈ ശശിശങ്കർ. പേടിപ്പിക്കാതെ സാറേ.
പോലീസിനെ എന്നല്ല, ഒരു പട്ടിയെ ഇന്നെനിക്ക് പേടിയില്ല. സബ് ഇൻസ്പെക്ടർ ശശിശങ്കറിൻ്റെ കരണക്കുറ്റിക്ക് ഒരൊറ്റ അടി തരണമെന്ന് തോന്നിയാൽ അടിക്കുവാനും പേടിയില്ല എനിക്ക്. ജീവിക്കാൻ ആഗ്രഹമുള്ളവരല്ല ഞാനിപ്പോൾ. വരും വരായ്മകളെക്കുറിച്ചും ചിന്തയുമില്ല. എവിടെ വെച്ച് തീർക്കാനും ഞാൻ തയ്യാറാ ഈ ജീവിതം. അത് പറയുമ്പോൾ ഉന്മാദം കൊണ്ട് അവളുടെ കവിളുകൾ വിറച്ചിരുന്നു. ശശിശങ്കർ വാതിൽപ്പാളി അല്പം തുറന്ന് ഔസേപ്പച്ചൻ എവിടെയാണ് നിൽക്കുന്നതെന്ന് നോക്കി. മനോരോഗിയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയോടാണ് താൻ സംസാരിക്കുന്നതെന്ന് ശശിശങ്കറിന് തോന്നി. അവളുടെ കണ്ണുകളിൽ തെല്ലുമില്ല കൂസൽ, ഭയത്തിൻ്റെ ലാഞ്ചന പോലുമില്ല. നിന്ദയും പരിഹാസവും വീറും പകയും. എൻ്റെ ചോദ്യത്തിന് മറുപടി തരാനുണ്ടോ? പരിഹാസച്ചിരിയോടെ അവൾ അയാളെ നോക്കി. വിൻസെൻറ്റിനെ അറസ്റ്റ് ചെയ്യുമ്പോഴും ലോക്കപ്പിലിട്ട് ചോദ്യം ചെയ്യുമ്പോഴും സംഭവസ്ഥലത്ത് കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തുമ്പോഴും സാക്ഷിമൊഴികൾ ശേഖരിക്കുമ്പോഴും എല്ലാം അവൻ തന്നെയാണ് കൊലയാളി എന്നായിരുന്നു എൻ്റെ വിശ്വാസം. ശശിശങ്കർ പറഞ്ഞു. ആ വിശ്വാസം പിന്നീട് തിരുത്തേണ്ടി വന്നോ? വിൻസെൻറ്റുമൊത്ത് നിങ്ങൾ ആ രാത്രി ഓറിയോൺ ഹോട്ടലിൽ ഒരു മുറിയിലുണ്ടായിരുന്നുവെന്ന് പിന്നീടാണ് ഞാൻ അറിഞ്ഞത്. പക്ഷേ തെളിവുകളില്ലായിരുന്നു. ശ്രമിച്ചാൽ തെളിവുകൾ ഉണ്ടാകുമായിരുന്നില്ലേ? വിജിയുടെ പപ്പയും ആങ്ങളമാരും കൂടി ചേർന്നാണ് എല്ലാ പഴുതുകളും അടച്ചത്. നോട്ടുകെട്ടുകൾ കൊണ്ടാണ് പഴുതുകൾ അടച്ചതെന്ന് പറയണം ഇൻസ്പെക്ടർ സാർ. വിജിയുടെ കണ്ണുകളിൽ തീപ്പൊരി തിളക്കം കാണായി. എത്ര ലക്ഷം എണ്ണി തന്നു എൻ്റെ അപ്പനും ആങ്ങളമാരും കൂടി? സ്വന്തം മകൾ ഹോട്ടൽ മുറിയിൽ ഒരു രാത്രി മുഴുവൻ അന്യപുരുഷനോടൊത്ത് വ്യഭിചരിക്കുകയായിരുന്നെന്ന് ലോകം അറിഞ്ഞാൽ ആ അപ്പൻ്റെയും ആങ്ങളമാരുടെയും ഗതി എന്ത്? അവരെൻ്റെ കാല് പിടിച്ചു. ഒരു കുടുംബത്തിൻ്റെ അന്തസ്സ്, അഭിമാനം, അവിവാഹിതയായ ഒരു പെണ്ണിൻ്റെ സൽപ്പേര്, അങ്ങനെ പലതും നോക്കേണ്ടി വന്നു. മുളങ്കരയിൽ ഒരു നസ്രാണി കുടുംബത്തിൻ്റെ അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടിയാണോ നിങ്ങളെ ഈ കാക്കിക്കുപ്പായി ഇടിവിച്ച് മാസശമ്പളം എണ്ണിത്തന്ന സർക്കാർ ഇങ്ങോട്ട് അയച്ചത്? അതോ 100 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്ന നീതിവാക്യത്തിൻ്റെ അർത്ഥമറിഞ്ഞ് സ്വന്തം ഡ്യൂട്ടി ചെയ്യാനോ? ശശിശങ്കറിൻ്റെ മുഖം വിളറി. ഈ നീതിവാക്യം പറയുന്ന വിജിയെയും ചോദ്യം ചെയ്യാൻ ഞാനന്ന് വീട്ടിൽ വന്നിരുന്നു. സെബാസ്റ്റ്യൻ കൊല്ലപ്പെട്ട രാത്രിയിൽ പായിപ്പാട്ട് വിൻസെൻറ്റിൻ്റെ കൂടെ ഓറിയോൺ ഹോട്ടലിൽ താമസിച്ചിരുന്നോ എന്നൊരു ചോദ്യവും ചോദിച്ചു. ഇല്ലെന്നായിരുന്നു വിജിയുടെ മറുപടി. ഒരു രാത്രി മുഴുവൻ മർദ്ദനവും ഭീഷണിയും ഏറ്റ അവശയായിരുന്ന എന്നോട് എൻ്റെ അപ്പൻ്റെയും ആങ്ങളമാരുടെയും മുന്നിൽ വെച്ച് നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ആ മറുപടി പറയാനേ എനിക്ക് കഴിയുമായിരുന്നുള്ളൂ. പക്ഷേ പിന്നീട് നിങ്ങളെ പലതവണ ഫോണിൽ വിളിച്ചു. ഞാൻ സത്യം മുഴുവൻ തുറന്നു പറഞ്ഞിരുന്നു. കേസ് വിചാരണയ്ക്ക് വരുമ്പോൾ സാക്ഷിപ്പട്ടികയിൽ എൻ്റെ പേര് കൂടി ചേർക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയും ചെയ്തിരുന്നു. കോടതിയിൽ ഞാൻ സത്യം തുറന്നു പറയാമെന്ന് കാണിച്ച് നിങ്ങൾക്കൊരു കത്തും എഴുതി. പക്ഷേ നിങ്ങൾ എന്നെ സാക്ഷിയായി പരിഗണിച്ചില്ല. എന്ന് മാത്രമല്ല, ഞാൻ എഴുതിയ കത്ത് എൻ്റെ അപ്പനെയും ആങ്ങളമാരെയും കാണിച്ച് അവരുടെ പ്രീതി പിടിച്ചു പറ്റുകയും ചെയ്തു. അതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഉവ്വ്. അങ്ങനെ പെട്ടെന്നൊന്നും മറക്കുന്നവനല്ല ശശിശങ്കർ. സാക്ഷിപ്പട്ടികയിൽ വിജിയുടെ പേര് ചേർത്താൽ എന്ത് തെളിവാണ് കോടതിയിൽ നിങ്ങൾക്ക് ബോധിപ്പിക്കുവാൻ കഴിയുമായിരുന്നത്? ഹോട്ടൽ രജിസ്റ്ററിൽ നിങ്ങളുടെയോ പായിപ്പാട്ട് വിൻസെൻറ്റിൻ്റെയോ പേരില്ല. ഹോട്ടൽ മാനേജരോ റിസപ്ഷനിസ്റ്റോ റൂം ബോയ്സോ നിങ്ങളെ സംഭവ ദിവസം രാത്രി ആ ഹോട്ടലിൽ വെച്ച് കണ്ടിട്ടുമില്ല. അതിനെതിരെ എന്തു ചെയ്യാൻ കഴിയുമായിരുന്നു വിജിക്ക്? തെളിവുകൾ ഉണ്ടാക്കുന്നതും നശിപ്പിക്കുന്നതും നിങ്ങൾ തന്നെയാണല്ലോ. നിരപരാധിയാണെന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ള ഒരാളെ നീതിപീഠത്തിന് മുമ്പിൽ കുറ്റവാളിയാക്കാൻ വേണ്ടി എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം നിങ്ങൾ ചെയ്തില്ലേ? ശശിശങ്കർ എന്തു മറുപടി പറയണമെന്നറിയാതെ കുഴങ്ങി. അയാൾ മുറിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ഇനി ആരെ രക്ഷിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ പുതിയൊരു അന്വേഷണവുമായി ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്? വിജി ചോദിച്ചു. രക്ഷിക്കാൻ മാത്രമല്ല, ശിക്ഷിക്കാനും കൂടിയാണ്. ആരെ ശിക്ഷിക്കാൻ? വിജിയുടെ ഭർത്താവിനെ, ഔസേപ്പച്ചനെ. ഓഹോ, അപ്പോൾ പോലീസും കൂറുമാറിയിരിക്കുന്നു. കുടിച്ച കള്ളിൻ്റെയും പറ്റിയ പണത്തിൻ്റെയും നന്ദിയും കടപ്പാടും തീർന്നോ? ശശിശങ്കർ പിന്നെയും ചൂളി. അത് മറയ്ക്കാൻ ശ്രമിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു. ഔസേപ്പച്ചനെ കൊലക്കുറ്റത്തിൽ നിന്ന് രക്ഷിച്ചു കൊള്ളാമെന്ന് സമ്മതിച്ച് ഞാൻ ഇതുവരെ ഒരു സൗജന്യവും സ്വീകരിച്ചിട്ടില്ല. ഒരു കൊലയാളിക്ക് ഞാൻ കൂട്ടുനിൽക്കുകയുമില്ല. അത് നന്നായി. കൊലയാളിക്ക് കൂട്ടുനിൽക്കുകയില്ല, പക്ഷേ നിരപരാധിയെ കൊലമരത്തിലേക്ക് അയക്കും. നല്ല നീതിബോധം. സബ് ഇൻസ്പെക്ടർമാരായാൽ ഇങ്ങനെ വേണം. പിന്നെ എന്തിനായിരുന്നു ഔസേപ്പച്ചൻ്റെ സൽക്കാരങ്ങളും സമ്മാനങ്ങളും 2 കൈയും നീട്ടി സ്വീകരിച്ചത്? ഔസേപ്പച്ചൻ്റെ ചതിയിൽ മനം നൊന്ത ആത്മഹത്യ ചെയ്ത ജൂലി എന്ന പാവം പെണ്ണിൻ്റെ ഗർഭരഹസ്യങ്ങൾ ഒതുക്കി തീർക്കാനോ? അതോ നിരപരാധിയായ പായിപ്പാട്ട് വിൻസെൻറ്റിൻ്റെ കുടുംബത്തെ ആ വീട്ടിൽ നിന്ന് തെരുവിലേക്ക് അടിച്ചിറക്കാൻ സഹായിക്കാനോ? അതുമല്ലെങ്കിൽ ആ മനുഷ്യൻ്റെ അനുജനെ ലോക്കപ്പിൽ കൊണ്ടുപോയിട്ട് ക്രൂരമായി മർദ്ദിക്കാനോ? പോലീസും മനുഷ്യരാണ്, അവർക്കും തെറ്റുപറ്റാറുണ്ട്. കുറ്റസമ്മതം പോലെ ശശിശങ്കർ പറഞ്ഞു.
ഔസേപ്പച്ചനാണ് സെബാസ്റ്റ്യനെ കൊന്നതെന്ന് ഞാൻ ഇപ്പോൾ സംശയിക്കുന്നു. എന്തെങ്കിലും തെളിവ് തന്ന് സഹായിക്കാൻ വിജിക്ക് സാധിക്കുമോ എന്നറിയാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നത്. ഔസേപ്പച്ചൻ ഇപ്പോഴും എൻ്റെ ഭർത്താവാണെന്നുള്ളത് നിങ്ങൾ മറന്നുപോയോ? വിജി പരിഹാസച്ചിരിയോടെ അയാളെ നോക്കി. ഒരു നിരപരാധിയെ തൂക്കുമരത്തിൽ നിന്ന് രക്ഷിക്കാനുള്ള ഒരേ ഒരു അവസരമാണിത്. അങ്ങനെ സംഭവിക്കണമെങ്കിൽ യഥാർത്ഥ കുറ്റവാളിയെ കണ്ടുപിടിക്കാൻ സഹായിച്ചേ തീരൂ. യഥാർത്ഥ കുറ്റവാളിയെ ഞാൻ എപ്പോഴേ കണ്ടുപിടിച്ചു കഴിഞ്ഞു. എൻ്റെ മനസാക്ഷിയുടെ കോടതി അയാളെ വിചാരണ ചെയ്യും, വിധിക്കും, ശിക്ഷിക്കും. അതിന് പോലീസിൻ്റെ സഹായം എനിക്ക് ആവശ്യമില്ല. അപ്പോൾ ഔസേപ്പച്ചനാണ് സെബാസ്റ്റ്യനെ കൊന്നതെന്ന് വിജയ്ക്ക് ഉറപ്പുണ്ട്, ഇല്ലേ? ഇല്ല. എന്നാൽ എനിക്ക് ഉറപ്പുണ്ട്. ഞാനത് കണ്ടുപിടിക്കും, തെളിയിക്കും. ശശിശങ്കർ തൻ്റെ തൊപ്പിയൊന്ന് ഇളക്കി പ്രതിഷ്ഠിച്ചു. ഏത് സ്ത്രീയും ഏതവസ്ഥയിലും അവരുടെ ഭർത്താവിനെ സഹായിക്കാനേ ശ്രമിക്കൂ എന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. ശശിശങ്കർ പോകാൻ ഭാവിച്ച് വാതിൽ തുറന്നു. സാർ, ഒരു നിമിഷം. ശശിശങ്കർ നിന്നു. വിജി അയാളുടെ തൊട്ടരികെ ചെന്നു. ഏതായാലും സാർ അരിയും തലയും മുറുക്കി ഇറങ്ങുകയാണല്ലോ. ആദ്യം പള്ളിത്താഴത്ത് സെബാസ്റ്റ്യൻ യഥാർത്ഥത്തിൽ കൊല്ലപ്പെട്ടോ അതോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാനും തെളിയിക്കാനും ശ്രമിച്ചു നോക്ക്. നെല്ലിനോട് യുദ്ധം ചെയ്യുന്നതിനേക്കാൾ ഭേദം അതായിരിക്കും. കൂട്ടത്തിൽ തലയിലിരിക്കുന്ന തൊപ്പി വേറെ വല്ല ജില്ലയിലേക്കും തെറിച്ചു പോകാതെയും നോക്കണം. ശശിശങ്കർ അന്തം വിട്ട് വിജിയെ തുറച്ചു നോക്കി. അവളുടെ മുഖത്ത് അപ്പോഴും സ്ഥായിയായ പകയും നിന്ദയും പരിഹാസവും കലർന്ന ചിരി മായാതെ നിന്നു. ബാംഗ്ലൂരിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ തന്നെ ബസ്സിൽ നല്ല തിരക്കുണ്ടായിരുന്നു. പകുതി പേര് നന്ദി ഹിൽസ് സന്ദർശിക്കാൻ പോകുന്ന ടൂറിസ്റ്റുകളാണെന്ന് ആരോ പറയുന്നത് വിൻസെൻ്റ് കേട്ടു. ബാംഗ്ലൂരിൽ നിന്ന് കയറിയതിനാൽ അയാൾക്ക് ബസ്സിൽ സീറ്റ് കിട്ടിയിരുന്നു. ബസ് ദേവനഹള്ളിയിൽ എത്തിയപ്പോൾ തിരക്ക് പിന്നെയും വർദ്ധിച്ചു. വിൻസെൻ്റ് വിൻഡോ സൈഡിലുള്ള സീറ്റിലാണ് ഇരുന്നത്. നന്ദി ക്രോസിലെത്തി ബസ് നിർത്തിയപ്പോൾ ആളുകൾ കൂട്ടത്തോടെ ബസ്സിൽ നിന്നും ഇറങ്ങി. നന്ദി ഹിൽസിലേക്കുള്ള ടൂറിസ്റ്റുകൾക്ക് ഇനി മറ്റൊരു പാതയിലൂടെയാണ് സഞ്ചരിക്കേണ്ടത്. ചിക്ബലാപൂരിൽ എത്തിയപ്പോൾ സമയം ഉച്ചയായി. വിൻസെൻ്റ് അവിടെ ഇറങ്ങി ഭക്ഷണം കഴിച്ചു. സീമ തന്നെ ഏൽപ്പിച്ച ടെലിഫോൺ ബൂത്തിലെ നമ്പർ അവൻ കൈവെള്ളയിൽ എഴുതി വെച്ചു. ഒരു ടെലിഫോൺ ബൂത്തിൽ കയറി ആ നമ്പറിലേക്ക് വിളിച്ച് ആ ബൂത്ത് സ്ഥിതി ചെയ്യുന്ന സ്ഥലം അന്വേഷിച്ചു. പിന്നെ ഓട്ടോറിക്ഷ പിടിച്ച് അവിടേക്ക് ചെന്നു. ചിക്ബലാപൂർ ജംഗ്ഷനിൽ നിന്ന് ഗൗരീബദന്നൂരിലേക്ക് തിരിഞ്ഞു പോകുന്ന റോഡിലായിരുന്നു അത്. ടൗണിൽ നിന്ന് കുറേ അകലെ കടകമ്പോളങ്ങളുടെ നിരകൾ അവസാനിച്ചതിന് ശേഷം ഒരു ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പിനോട് ചേർന്നുള്ള ചെറിയൊരു ഹോട്ടലും അതിനോടനുബന്ധിച്ചുള്ള STD ബൂത്തും. ആ സ്ഥാപനങ്ങളുടെ ലക്ഷണവും ചുറ്റുപാടും കണ്ടപ്പോഴേ വിൻസെൻറ്റിന് മനസ്സിലായി, സെബാസ്റ്റ്യനെ പോലെ ആൾമാറാട്ടത്തിൽ ജീവിക്കേണ്ട ഒരാൾ ബന്ധപ്പെടാനിടയുള്ള സ്ഥലം ഇതുപോലൊന്നായിരിക്കും. അത്യാവശ്യം ഭക്ഷണം കഴിക്കാൻ ഒരു ഹോട്ടൽ, വണ്ടി റിപ്പയറിങ്ങിനൊരു വർക്ക്ഷോപ്പ്. വിൻസെൻ്റ് ആ ഹോട്ടലിൽ പോയിരുന്നൊരു ചായ കഴിച്ചു. അതിനുശേഷം അവൻ ടെലിഫോൺ ബൂത്തിൽ കയറി. അവിടെ നിന്നുകൊണ്ട് അവനൊരു നമ്പർ ഡയൽ ചെയ്തു. ഹലോ. മറുവശത്ത് സീമയുടെ ശബ്ദം കേട്ടപ്പോൾ എന്തെന്നില്ലാത്ത ഒരു ഉണർവ്. ഹലോ സീമ, ഞാനാണിത്. ഹായ് വിന്നിച്ച. അവളുടെ ഉത്സാഹ പ്രകർഷവും അവൻ തിരിച്ചറിഞ്ഞു. എവിടുന്നാ വിളിക്കുന്നേ? 08156 ചിക്ബലാപൂർ. അത് ശരിയല്ലേ? അവളുടെ സെൽഫോണിൽ ഈ ടെലിഫോൺ നമ്പറും കോഡും തെളിഞ്ഞിട്ടുണ്ടാകുമെന്ന് വിൻസെൻ്റ് ഊഹിച്ചു. അതെ, ചിക്ബലാപൂർ തന്നെ. സീമ ഒരു ടെലിഫോൺ ബൂത്തിൻ്റെ നമ്പർ തന്നിരുന്നില്ലേ? അതേ ബൂത്തിൽ നിന്ന്. മിടുക്കൻ. എപ്പോഴെത്തി അവിടെ? കഷ്ടിച്ച് അരമണിക്കൂറായിട്ടേ ഉള്ളൂ. യാത്രക്കിടയിൽ കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ? ഇല്ല. ഫുഡ് കഴിച്ചോ? ഇപ്പം കഴിച്ചതേ ഉള്ളൂ. വിൻസെൻ്റ് ക്യാബിനുള്ളിൽ നിന്ന് അമർത്തിപ്പിടിച്ചാണ് സംസാരിച്ചത്. ഹോട്ടലിൻ്റെ ക്യാഷ് കൗണ്ടറിൽ ഇരിക്കുന്നയാൾ താൻ സംസാരിക്കുന്നത് ഏത് ഭാഷയാണെന്ന് കേൾക്കരുത്. അവൻ കൂടെ ചുറ്റുപാടുകൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. വേഷപ്പകർച്ച എങ്ങനെ? സീമ പറഞ്ഞതെല്ലാം ചെയ്തു. ബാംഗ്ലൂരിൽ വന്നിറങ്ങിയിട്ട് മുടി പറ്റ വെട്ടുകയാണ് ആദ്യം ചെയ്തത്. അത്യാവശ്യം ഡ്രസ്സും മറ്റും വാങ്ങി. സീമ പറഞ്ഞ പോലെ തന്നെ മേക്കപ്പിൽ മാറ്റം വരുത്തി. ഇപ്പോൾ എന്നെ കണ്ടാൽ ഒരു തമിഴനാണെന്നല്ല തോന്നുക, പിന്നെ ഒരു മന്ദബുദ്ധിയാണെന്ന്. മറുപുറത്ത് അടക്കിയ ചിരി. ആണല്ലോ, അല്ലെങ്കിൽ ഔസേപ്പച്ചനെ പോലെ ഒരാളെ ഇത്രയും കാലം കണ്ണടച്ച് വിശ്വസിക്കുമോ? എന്നാലും അവസാനം ഞാൻ കണ്ണടച്ച് വിശ്വസിക്കാവുന്ന ആളെ തന്നെ കണ്ടുപിടിച്ചില്ലേ? മറുവശത്ത് നിശബ്ദത. സീമ, എന്നെ അത്രയ്ക്ക് വിശ്വാസമാണോ? സീമ ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നേ? നക്ഷത്രത്തിനു മീതെ. പറ, എന്നെ അത്രയ്ക്ക്. ഞാനത് എടുത്തു പറയണോ സീമേ? വിശ്വാസം മാത്രമാണോ എൻ്റെ സർവസ്വം? എനിക്ക് വേറെ ആരാ ഉള്ളത്? എന്നിട്ടാണോ അന്ന് കോളേജിൽ വെച്ച് എന്നോട് നിരന്തരം വഴക്കടിച്ചത്? അവളുടെ സ്വരത്തിൽ നനവും പരിഭവവും. അന്ന് നമ്മൾ ശത്രുക്കളല്ലായിരുന്നോ? അല്ല, എനിക്ക് അന്നും ഇഷ്ടമായിരുന്നു. എന്നോട് അല്പം ഇഷ്ടം കാണിച്ചിരുന്നെങ്കിൽ ഇന്നിങ്ങനെയൊക്കെ വരുമായിരുന്നോ?
അതിനു പകരം കയറ് പൊട്ടിയ മൂരിക്കുട്ടിനെ പോലെ കൊമ്പും കുലുക്കി മുക്രയിട്ട് എപ്പോഴും എൻ്റെ നേരെ. ആ പാപത്തിന് പരിഹാരമായിട്ടല്ലേ ദൈവം എന്നെ സീമയുടെ കാൽച്ചുവട്ടിൽ കൊണ്ട് ഇട്ടു തന്നത്. സത്യം പറഞ്ഞ സീമയുടെ വിരൽത്തുമ്പിൽ അറിയാതെ പറ്റിപ്പിടിച്ചു പോയ ഒരു പക്ഷിത്തൂവൽ പോലെയല്ലേ എൻ്റെ ജീവിതം. സീമ വിരലൊന്ന് നനയ്ക്കിയാൽ പതുക്കിയൊന്ന് ഊതി പറപ്പിച്ചാൽ തീരാവാനുള്ളതല്ലേ ഉള്ളൂ ഇത്. അറിയാതെ പറ്റിപ്പിടിച്ചു പോയ പക്ഷിത്തൂവലോ? എൻ്റെ ജീവശ്വാസം കൊടുത്ത് പ്രാണൻ്റെ ചൂട് നൽകി ഹൃദയത്തോട് ചേർത്ത് മുറുകെ പിടിച്ചിരിക്കുന്ന ഒരു ഗദ്ഗതത്തിൽ അവളുടെ വാക്കുകൾ മുറിഞ്ഞു. വിൻസെൻ്റ് വല്ലാതായി. ഓരോ നിമിഷവും ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ടെൻഷൻ എന്താണെന്ന് വിന്നിച്ചായൻ അറിയാമോ? സീമ പ്ലീസ്, എൻ്റെ ധൈര്യം കെടുത്തരുത്. നിശബ്ദത. നിമിഷങ്ങൾക്ക് ശേഷം സോറി. ഇനി വിന്നിച്ചായൻ എങ്ങോട്ടാ? നേരെ ഗൗരീബദന്നൂർ. അവിടെ ചെന്നിട്ട് എന്നെ വിളിക്കണം. വിളിക്കാം. ഗുഡ് ലക്ക്. താങ്ക് യു. ബൈ. വിൻസെൻ്റ് ഫോൺ വെച്ചു. ഇപ്പോൾ ധൈര്യം ഇരട്ടിച്ചതുപോലെ അവൻ ഫോണിലേക്ക് നോക്കി. ഒരുപക്ഷെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് സെബാസ്റ്റ്യൻ്റെ കൈകൾ സ്പർശിച്ച അതേ ഫോൺ തന്നെയാണ് ഇതെന്ന ഓർമ്മയിൽ അവൻ്റെ രോമകൂപങ്ങൾ ഉണർന്നു. ഗൗരീബദന്നൂർക്ക് ഇനി എത്ര ദൂരമുണ്ട്? സെബാസ്റ്റ്യൻ്റെ അടുത്തേക്ക് അവൻ റൂട്ട് മാപ്പ് എടുത്ത് നോക്കി. 40 കിലോമീറ്റർ. ഗൗരീബദന്നൂരിലെത്തിയ ശേഷം വിൻസെൻ്റ് ആദ്യം ചെയ്തത് അവിടുത്തെ ടെലിഫോൺ എക്സ്ചേഞ്ച് കണ്ടുപിടിക്കുകയായിരുന്നു. ബസ്സിലിരുന്നും മറ്റും പുസ്തകം നോക്കി കാണാപ്പാഠമാക്കിയ ഏതാനും കന്നഡ വാക്കുകൾ അത്യാവശ്യ സന്ദർഭങ്ങളിൽ അയാൾക്ക് സഹായകമായി. എൻക്വയറിയിൽ ചെന്നിട്ട് അവൻ തൻ്റെ കൈവശമുള്ള നമ്പർ കാട്ടി. ഇത് നമ്പർ എല്ലി ഇದ್ದಾനാ? ഈ ഫോൺ നമ്പർ എവിടെയാണ്? ഉദ്യോഗസ്ഥൻ ഫോൺ നമ്പർ എഴുതിയ കുറിപ്പ് വിൻസെൻ്റിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി പരിശോധിച്ചു. എന്നിട്ട് വിൻസെൻറ്റിനെ നോക്കി. നീനു ആരു? നിന്നെ ഊരി യാവതു? നീ ആരാ? എവിടുന്ന് വരുന്നു? ನನ್ನ ಊರು കന്യാകുമാരി. നിന്നെ ഹെസറു ഏനു? മുരുകൻ. ഇത് യാര് നമ്പറു? വിൻസെൻ്റ് നാവിൻ തുമ്പിൽ കരുതി വെച്ച കഥ അല്പം തമിഴും ഇംഗ്ലീഷും കന്നഡയും കൂട്ടിക്കലർത്തി തട്ടിമുട്ടി പറഞ്ഞൊപ്പിച്ചു. കന്യാകുമാരിയിൽ നിന്ന് ഇവിടെ വന്ന് ജോലി ചെയ്യുന്ന സുബ്രഹ്മണ്യനെ അന്വേഷിച്ചാണ് താൻ വന്നിരിക്കുന്നത്. അവൻ ഈ ഫോൺ നമ്പറുള്ള സ്ഥലത്തിനടുത്ത് എവിടെയോ ആണ് താമസം. പക്ഷേ കുറേ നാളായി അവനെപ്പറ്റി ഒരു വിവരവുമില്ല. കത്തുമില്ല, പണവുമില്ല. അവൻ്റെ അച്ഛൻ രോഗം പിടിച്ചു കിടക്കുന്നു. സുബ്രഹ്മണ്യനെ കണ്ട് വിവരം പറയാനും കഴിയുമെങ്കിൽ കൂട്ടിക്കൊണ്ടു പോകാനും വന്നിരിക്കുകയാണ് താൻ. അവന് നിന്നെ ആരു? ഉദ്യോഗസ്ഥൻ സംശയത്തോടെ ചോദിച്ചു. നന്ന ബന്ധു. അവന് ഏന് കൈലസ മാടുതി? വിൻസെൻറ്റിന് മനസ്സിലായില്ല. വ്യവസായ കലസകരാ? കർഷക തൊഴിലാളിയോ മറ്റോ ആണോ? വിൻസെൻ്റ് വെറുതെ തലയാട്ടി. ഉദ്യോഗസ്ഥൻ തിരിഞ്ഞ് സഹപ്രവർത്തകനെ നോക്കി ചോദിച്ചു. ബാസവയ്യ 524316. ഇത് എല്ലിದ್ದಾನೆ? ഇല്ലേക്കേ ബാ. മറ്റേ ഉദ്യോഗസ്ഥൻ വിൻസെൻറ്റിനെ കൈകാട്ടി വിളിച്ചു. കളിതുകോ, ഇരിക്കൂ. അയാൾ കസേര ചൂണ്ടിക്കാട്ടി. വിൻസെൻ്റ് ഇരുന്നു. അയാൾ നമ്പർ പരിശോധിക്കാനായി മറ്റൊരു ടേബിളിലേക്ക് എഴുന്നേറ്റ് പോയി. അല്പം കഴിഞ്ഞ് അയാൾ തിരിച്ചു വന്നു. ഇത് ക്ഷേത്ര ഉപ്രഹള്ളി. വിൻസെൻറ്റിന് അത് ശരിക്കും മനസ്സിലായില്ല. ഉപ്രഹള്ളി അത് എല്ലിದ್ದಾനേ? അയാൾ 2 നിമിഷം ആലോചിച്ചിട്ട് ഉപ്രഹള്ളിയിലേക്കുള്ള വഴി പറഞ്ഞു കൊടുത്തു. അഡ്രസ്സ് അയാൾ കുറിച്ചെടുത്തുകൊള്ളാൻ പറഞ്ഞിട്ട് അഡ്രസ്സ് പറഞ്ഞു കൊടുത്തു. MS ഷൺമുഖം, മടിക്കേരി ഫാം ഹൗസ്, ഉപ്രഹള്ളി. ആ ഉദ്യോഗസ്ഥനോട് നന്ദി പറഞ്ഞ് വിൻസെൻ്റ് അവിടെ നിന്ന് ഇറങ്ങി. ഗൗരീബദന്നൂരിൽ നിന്ന് വന്ന വഴി തന്നെ 8 കിലോമീറ്റർ മടക്കയാത്ര. മഞ്ചനഹള്ളി ജംഗ്ഷനിൽ വന്ന ശേഷം പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് 4 കിലോമീറ്റർ പോയാൽ ഉപ്രഹള്ളി. ഗൗരീബദന്നൂരിൽ നിന്ന് ഓട്ടോറിക്ഷ പിടിച്ചായിരുന്നു വിൻസെൻറ്റിൻ്റെ യാത്ര. കരിമ്പും ചോളവും നെല്ലും മുന്തിരിയും വിളയുന്ന വിശാലമായ കൃഷിയിടങ്ങൾ, ഇടവിട്ട് ആളുകൾ കൂട്ടമായി പാർക്കുന്ന ഗ്രാമങ്ങൾ. ഉപ്രഹള്ളിയിൽ എത്തുന്നതിന് തൊട്ട് മുൻപേ വിൻസെൻ്റ് ഓട്ടോറിക്ഷക്കാരന് കൂലി കൊടുത്ത് അയാളെ മടക്കി അയച്ചു. അതിനുശേഷം ഒരു സാധാരണ ഗ്രാമീണൻ എന്ന മട്ടിൽ ഉപ്രഹള്ളിയിലേക്ക് നടന്നുപോയി. അത് താരതമ്യേന ചെറിയൊരു ഗ്രാമമാണെന്ന് അയാൾ കണ്ടു. അർദ്ധനഗ്നരായ കർഷക തൊഴിലാളികൾ. തെരുവിലൂടെ ഒന്നിനു പിറകെ ഒന്നായി പച്ചക്കറി കയറ്റിയ 3 കാളവണ്ടികൾ കടന്നു പോകുന്നുണ്ടായിരുന്നു. കൃഷിയിടങ്ങളിൽ തൊഴിലാളികൾ പണിയെടുക്കുന്നത് കാണാനുണ്ട്. കർഷക തൊഴിലാളികളുടെ മൺകുടിലുകളും വല്ലപ്പോഴും ഇടത്തരം വീടുകളും. ടെലിഫോണിൻ്റെയും വൈദ്യുതിയുടെയും കമ്പികൾ തലയ്ക്കുമീതെ കടന്നു പോകുന്നുണ്ട്. വഴിയോരങ്ങളിൽ നിന്നും കിടന്നും വിശ്രമിക്കുന്ന ആടുമാടുകൾ. ഗോമൂത്രത്തിൻ്റെയും ചാണകത്തിൻ്റെയും ഗന്ധമുള്ള ഒരു ഇടുങ്ങിയ തെരുവ് കടന്ന് വിൻസെൻ്റ് മുന്നോട്ട് പോയി. ഒരു മലയാളി മുഖം എവിടെയെങ്കിലും കാണാനുണ്ടോ എന്ന് വിൻസെൻ്റ് സംശയത്തോടെ നോക്കുന്നുണ്ടായിരുന്നു. തെരുവിൽ കളിച്ചുകൊണ്ടിരുന്ന കുട്ടികൾ അപരിചിതനെ കണ്ട് തെല്ല് വിസ്മയത്തോടെ വഴിമാറിക്കൊടുത്തു. വിൻസെൻ്റ് പോസ്റ്റ് ഓഫീസിൽ ചെന്ന് മടിക്കേരി ഫാം ഹൗസിലേക്ക്
എത്ര ദൂരമുണ്ടെന്നും അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്നും അന്വേഷിച്ചു. ഉപ്രഹള്ളിയിൽ നിന്നും പടിഞ്ഞാറോട്ടുള്ള മൺപാതയിലൂടെ 2.5 കിലോമീറ്റർ പോയാൽ മടിക്കേരി ഫാം ഹൗസിലെത്താമെന്ന് പോസ്റ്റ്മാൻ അറിയിച്ചു. ദൊഡല എന്നാണ് സ്ഥലത്തിൻ്റെ പേര്, ദൊഡല ബഡാമൂരല്ല. വിൻസെൻ്റ് ദൊഡല ലക്ഷ്യമാക്കി നടക്കുമ്പോൾ നിറയെ കാബേജ് കയറ്റി വന്ന ഒരു കാളവണ്ടി റോഡിൽ കിടക്കുന്നത് കണ്ടു. വണ്ടിക്കാരൻ കാളയെ ചാട്ടവാറിനടിക്കുന്നുണ്ടായിരുന്നു. കാള പക്ഷേ കിടക്കുന്നിടത്ത് നിന്ന് അനങ്ങാൻ കൂട്ടാക്കിയില്ല. വിൻസെൻ്റ് ദൊഡലയിലെത്തുമ്പോൾ സന്ധ്യയായി. ഭൂമിയിൽ വെളിച്ചം മങ്ങി. റോഡും പരിസരങ്ങളും വിജനമായിരുന്നു. പക്ഷികളുടെ ശബ്ദം പോലും കേൾക്കുന്നില്ലെന്ന് തോന്നി. ചെറിയ കുന്നുകളും വയലുകളും കരിമ്പ് കൃഷിയുമാണ് കൂടുതലും കണ്ടത്. ഒറ്റതിരിഞ്ഞ ചെറിയ മുന്തിരിത്തോട്ടങ്ങളും കാണായി. ഒരിടത്തും വീടുകളില്ല. ഒറ്റതിരിഞ്ഞ് പടർന്നു പന്തലിച്ച വൃക്ഷങ്ങളിൽ കാറ്റടിക്കുന്നുണ്ടായിരുന്നു. റോഡ് ശ്രദ്ധിച്ചാണ് വിൻസെൻ്റ് കടന്നത്. ഇളകിയ മണ്ണിൽ പലയിടത്തും ടയർപ്പാടുകൾ കണ്ടു. റോഡിൻ്റെ ഒരു ശാഖ വലത്തേക്ക് തിരിയുന്നിടത്ത് വിൻസെൻ്റ് സംശയിച്ചു നിന്നു. ചുറ്റുപാടുകൾ നിരീക്ഷിച്ചു. എങ്ങും ഒരു മനുഷ്യരൂപിയെ പോലും കാണാനില്ല. റോഡ് ശാഖ തിരിയുന്നിടത്ത് നാട്ടി നിർത്തിയ മരയഴികൾ തുളച്ച് നെടുകെ 4 വലിയ മുളകൾ ഇട്ടിട്ടുണ്ട്. അതിനപ്പുറത്ത് വിശാലമായ കൃഷിസ്ഥലം. അതിലേക്ക് മൃഗങ്ങൾ കടക്കാതിരിക്കാൻ എന്നോണം മുള്ളുകമ്പി കൊണ്ട് വേലി കെട്ടിയിരിക്കുന്നു. മുളയഴികൾക്കിടയിലൂടെ വിൻസെൻ്റ് മുന്തിരിത്തോപ്പിലേക്ക് നുഴഞ്ഞു കയറി. കമിഴ്ത്തി വെച്ച ഉരുളി പോലെ തോന്നിക്കുന്ന ചെറുകുന്നിൻ്റെ പാർശ്വത്തിലൂടെ റോഡ് പിന്നെയും നീണ്ടു. റോഡ് ചാഞ്ഞ് ഒരു വയലിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത്. വയലിൽ ഒരു ചിറ. 4-5 ഏക്കർ വിസ്തൃതിയിൽ പച്ച നിറത്തിൽ സാമാന്യം വലിയൊരു ജലാശയം. കരിങ്കല്ലും കോൺക്രീറ്റും കൊണ്ട് പണിതുയർത്തിയ ചിറയ്ക്ക് മീതെ കൂടിയാണ് റോഡ്. ചിറയുടെ താഴ്ഭാഗം വള്ളിപ്പടർപ്പുകളും മറ്റും നിറഞ്ഞ കരിങ്കൽമടയാണ്. ചിറയ്ക്കപ്പുറം മണ്ണിൽ പതിഞ്ഞു കിടക്കുന്ന പോലെ ഫാം ഹൗസ്. ആസ്പെറ്റോസ് ഷീറ്റുകൾ കൊണ്ട് മേഞ്ഞ കെട്ടിടം. കെട്ടിടത്തിന് മീതേക്ക് ഉയർന്നു നിൽക്കുന്ന ചിമ്മിനി. കെട്ടിടത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തായി ഭീമാകാരമായ ഒരു കാറ്റാടി യന്ത്രം. ഫാം ഹൗസിന് ചുറ്റും ഉയരമുള്ള മുള്ളുവേലിയാണ്. മുള്ളുവേലികളിലേക്ക് മുൾപ്പടർപ്പുകളെ വളർത്തി പന്തലിച്ച് കയറ്റിവിട്ടിട്ടുണ്ട്. ഫാം ഹൗസിന് ചുറ്റും വിസ്തൃതമായ മുന്തിരിത്തോട്ടം. പച്ച നിറത്തിലുള്ള മുന്തിരിക്കുലകൾ. ചിറയ്ക്കപ്പുറത്ത് പമ്പ് ഹൗസും അതിനോട് ചേർന്ന് ഏതാണ്ട് 25 അടി ഉയരത്തിൽ പടുകൂറ്റൻ വാട്ടർ ടാങ്കും. മുന്തിരിത്തോട്ടത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും വെള്ളം എത്തിക്കാനുള്ള സംവിധാനങ്ങൾ. അണക്കെട്ട് പോലെ ഉയർന്നു നിൽക്കുന്ന ചിറയുടെ അങ്ങേയറ്റത്താണ് ഗേറ്റ്. ഗേറ്റിനപ്പുറം ഗേറ്റ് കീപ്പറുടെ ക്യാബിൻ. ഗേറ്റ് കീപ്പർ അറിയാതെ ഫാം ഹൗസിലേക്കുള്ള പ്രവേശനം ദുഷ്കരമാണെന്ന് വിൻസെൻറ്റിന് മനസ്സിലായി. ബോർഡൊന്നും എവിടെയും കണ്ടില്ലെങ്കിലും മടിക്കേരി ഫാം ഹൗസ് ഇതുതന്നെയാണെന്ന് ലക്ഷണങ്ങൾ കൊണ്ട് വിൻസെൻ്റ് തിരിച്ചറിഞ്ഞു. മാത്രമല്ല ഫാമിനും ചിറയ്ക്കും 3-4 വർഷത്തിൽ കൂടുതൽ പഴക്കം തോന്നിച്ചില്ല എന്നതും വിൻസെൻ്റ് ശ്രദ്ധിച്ചു. ഒളിച്ചു പാർക്കാൻ പറ്റിയൊരു സ്ഥലം ഇങ്ങനെ തന്നെ വേണം സ്ഥിതി ചെയ്യാൻ. ഇങ്ങനൊരു സ്ഥലമുണ്ടെന്ന് ആരും ഊഹിക്കുക പോലുമില്ല. കണ്ടാൽ ലോകത്തിൻ്റെ പടിഞ്ഞാറേ അറ്റമാണെന്ന് തോന്നും. ഫാം ഹൗസിനോട് ചേർന്ന് തന്നെ നീണ്ട ഒരു ഷെഡ് കണ്ടു. ഷെഡിന് മുൻപിൽ ഒരു ജീപ്പ് കിടപ്പുണ്ട്. ഫാം ഹൗസിന് മുൻപിൽ ആളുകളുടെ ചലനവും കാണാമായിരുന്നു. കാറ്റാടി യന്ത്രം പതുക്കെ കറങ്ങുന്നുണ്ട്. നേരിട്ട് ഫാം ഹൗസിലേക്ക് ചെല്ലുന്നത് ബുദ്ധിയല്ലെന്ന് കണ്ട് വിൻസെൻ്റ് മുന്തിരിത്തോട്ടത്തിനിടയിലൂടെ നടപ്പാതകളിൽ ഒന്നിൽ കയറി. വിളവെടുക്കാനും വളമിടാനും മറ്റുമുള്ള സൗകര്യത്തെ കരുതിയാണ് നടപ്പാതകളെന്ന് തോന്നി. തലങ്ങും വിലങ്ങും അത്തരം നടപ്പാതകൾ കടന്നു പോകുന്നുണ്ടായിരുന്നു. ഇരുട്ട് ശരിക്കും പരക്കുന്നതിന് മുമ്പ് വിൻസെൻ്റ് ചിറയുടെ മുകളറ്റത്ത് ചെന്ന് ചേർന്നു. അവിടെ നിന്ന് സാവധാനം നീങ്ങി കാറ്റാടി യന്ത്രത്തിൻ്റെ സമീപം വരെ ചെന്നു. അവിടെ നിന്ന് മുള്ളുവേലിക്കിടയിലൂടെ നോക്കിയാൽ ഫാം ഹൗസിൻ്റെ വ്യക്തമായ ചിത്രം കിട്ടുമായിരുന്നു. ഫാം ഹൗസിൽ അധികം ആളുകൾ ഉള്ളതായി തോന്നിയില്ല. ജോലിക്കാരാണെന്ന് തോന്നിച്ച 4-5 പേർ അങ്ങിങ്ങ് നീങ്ങുന്നത് കണ്ടു. ഫാം ഹൗസിന് ചുറ്റും പിന്നെ ഷെഡുകളിലും ഇലക്ട്രിക് വിളക്കുകൾ പ്രകാശിച്ചു തുടങ്ങി. ഫാം ഹൗസിലെ ഓരോ നീക്കങ്ങളും നിരീക്ഷിച്ചുകൊണ്ട് വിൻസെൻ്റ് കാറ്റാടി യന്ത്രത്തിന് സമീപത്തായി ഇരുന്നു. കാറ്റടങ്ങി. ആകാശത്തിൻ്റെ പ്രഭ മങ്ങി. ഷെഡുകളിൽ നിന്നും ചെറിയ പുകപടലങ്ങൾ ഉയർന്നു. ദൂരെ വിസ്തൃതമായ ഭൂവിഭാഗങ്ങൾ ചാരം മൂടിയതുപോലെ കിടന്നു. ഫാം ഹൗസിലെ ഒരൊറ്റ മുറിയിൽ പോലും വെളിച്ചം കാണാനില്ല. തൊഴിലാളികളല്ലാതെ അവിടെ മറ്റാരുമില്ലെന്ന് വിൻസെൻ്റ് ഊഹിച്ചു. ആരോ ഷെഡിനരികിലുള്ള നായ്ക്കൂട്ടിനടുത്തേക്ക് നീങ്ങുന്നത് കണ്ടു. കൂട് തുറക്കപ്പെട്ടു. 2 അൾസേഷൻ നായ്ക്കൾ പുറത്തേക്ക് ചാടി. വിൻസെൻ്റ് പിടഞ്ഞെഴുന്നേറ്റു. കാറ്റാടി യന്ത്രത്തിനരികിൽ നിന്ന് ചിറയുടെ മുകളറ്റത്തേക്ക് തപ്പി തടഞ്ഞോടി. അല്പം കഴിഞ്ഞപ്പോൾ കാറ്റാടി യന്ത്രത്തിനടുത്ത് മുള്ളുവേലിക്കപ്പുറത്ത് നിന്ന് നായ്ക്കളുടെ ഗർജനം കേട്ടു. ആരൊക്കെയോ സംസാരിച്ചുകൊണ്ട് അവിടേക്ക് വരുന്നുണ്ടായിരുന്നു. വേലിക്കരികിൽ നിന്ന് ശക്തിയേറിയ ടോർച്ച് വെളിച്ചം പല സ്ഥലത്തേക്കും നീണ്ടു. കുറേ സമയം കഴിഞ്ഞ് നായ്ക്കളെയും കൂട്ടി തെരച്ചിലുകാർ തിരിച്ചുപോയി. വിൻസെൻ്റ് ഫാം ഹൗസിലേക്ക് നോട്ടം കിട്ടുന്ന സ്ഥലം ചിറയ്ക്കരികിൽ തന്നെ കണ്ടുപിടിച്ചു.
അവിടെ ഇരുന്നാൽ വാഹനങ്ങളോ ആളുകളോ വരുന്നതും പോകുന്നതും കാണാമായിരുന്നു. രാത്രി വളർന്നുകൊണ്ടിരുന്നു. ചെറിയിൽ കൂറ്റൻ മത്സ്യങ്ങൾ പുളച്ചു മറിയുമ്പോഴുള്ള ശബ്ദം ഇടയ്ക്കിടെ അവൻ്റെ ഏകാന്തതയെ ഞെട്ടിച്ചു. മഞ്ഞുവീഴ്ച തുടങ്ങിയതോടെ തണുപ്പ് അധികരിച്ചു. തണുപ്പിൽ കൂനിക്കൂടി ഉണർന്നും മയങ്ങിയും വിൻസെൻ്റ് നേരം വെളുപ്പിച്ചു. രാവിലെ ജലാശയത്തിന് മീതെ കനം കുറഞ്ഞ പുകമഞ്ഞ് തങ്ങി നിന്നു. രാത്രിയിൽ അവിടേക്ക് വാഹനങ്ങളൊന്നും വന്നിട്ടില്ലെന്ന് വിൻസെൻറ്റിന് മനസ്സിലായി. രാവിലെ തന്നെ ഫാം ഹൗസിൽ ജീവിതത്തിൻ്റെ ചലനങ്ങൾ കണ്ടു തുടങ്ങി. പ്രായം ചെന്ന ഒരു സ്ത്രീ പാൽപാത്രവും തൂക്കി ചിറ കടന്ന് ഫാം ഹൗസിലേക്ക് പോയി. ഗേറ്റ് കീപ്പർ ചോദ്യമോ ഉത്തരമോ കൂടാതെ അവരെ കടത്തിവിട്ടു. അല്പസമയത്തിനുള്ളിൽ ഒഴിഞ്ഞ പാത്രവുമായി അവർ തിരിച്ചു പോകുന്നതും കണ്ടു. പകൽ മുഴുവൻ അവിടെ തന്നെ ചെലവഴിക്കാൻ വിൻസെൻ്റ് തീരുമാനിച്ചു. 7 മണിയോടെ സ്ത്രീകളും പുരുഷന്മാരും അടങ്ങിയ തൊഴിലാളി സംഘം ഫാമിലെത്തി. ഒരു ഷെഡിൽ നിന്ന് പണിയായുധങ്ങളും എടുത്തുകൊണ്ട് ആ സംഘം തയ്യാറായി നിന്നു. കറുത്ത് തടിച്ച ഒരാൾ അവരെ ഫാം ഹൗസിൻ്റെ വടക്കു ഭാഗത്തുള്ള കൃഷിയിടത്തിലേക്ക് തെളിച്ചുകൊണ്ടുപോയി. അന്ന് പകൽ മുഴുവൻ വിൻസെൻ്റ് ഫാം ഹൗസിലെ നീക്കങ്ങൾ നിരീക്ഷിച്ചുകൊണ്ട് അവിടെ ഇരുന്നു. തലയ്ക്ക് മീതെ തൂങ്ങിക്കിടക്കുന്ന മുന്തിരിക്കുലകളിൽ നിന്ന് അവൻ വിശപ്പിന് വക കണ്ടെത്തി. ശരിക്ക് പാകമാകാത്ത മുന്തിരിങ്ങ തിന്ന് അവൻ്റെ പല്ല് പുളിച്ചു. 6 മണിയോടെ തൊഴിലാളി സംഘം മടങ്ങിപ്പോയി. വീണ്ടും രാത്രി വന്നു. മുന്തിരിപ്പടർപ്പിന് കീഴെ ലുങ്കി വിരിച്ചു കിടന്ന് വിൻസെൻ്റ് ഉറങ്ങി. അത് രാവിലെ ഉണരുകയും ചെയ്തു. പാൽ കൊടുത്തിട്ട് പ്രായമായ സ്ത്രീ മടങ്ങിപ്പോകുന്നത് കാത്ത് അവൻ ഇരുന്നു. അവർ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ സന്ധിക്കാൻ പാകത്തിൽ അവൻ മുന്തിരിത്തോട്ടത്തിൽ നിന്ന് പുറത്ത് കടന്നു നിന്നു. സ്ത്രീ റോഡിൽ ഇറങ്ങിയപ്പോൾ അവൻ പിന്നാലെ നടന്ന് അവരുടെ ഒപ്പമെത്തി. സ്ത്രീ അവനെ നോക്കിയപ്പോൾ അവൻ പുഞ്ചിരിച്ചു. ഈ പാൽ എവിടെ നിന്നാണ് കൊണ്ടുവരുന്നതെന്ന് അവൻ മുക്കിയും മൂളിയും ആംഗ്യഭാഷയിലൂടെ ചോദിച്ചു. ഉപ്രകളിയിൽ നിന്ന് കൊണ്ടുവരികയാണെന്നായിരുന്നു അവരുടെ മറുപടി. തുടർന്ന് പശു വളർത്തലിനെക്കുറിച്ചും അവയുടെ എണ്ണത്തെപ്പറ്റിയും പാലിൻ്റെ മേന്മയെക്കുറിച്ചും അവർ പറഞ്ഞു. അവൻ ആരാണെന്ന് ആ സ്ത്രീ തിരക്കി. ജോലി അന്വേഷിച്ച് വന്നതാണെന്നായിരുന്നു അവൻ്റെ മറുപടി. ഷൺമുഖം മുതലാളിയെ കണ്ടാൽ ജോലി കിട്ടുമായിരുന്നെന്നും അദ്ദേഹം ഇവിടെ ഇല്ലാത്തതുകൊണ്ട് കാണാൻ പറ്റുകയില്ലെന്നും തിരിച്ചു പോകുന്നതിൽ നിരാശയുണ്ടെന്നും അവൻ കന്നഡത്തിലും കുറച്ച് തമിഴിലും ബാക്കി ആംഗ്യഭാഷയിലുമായി അവരെ ധരിപ്പിച്ചു. മുതലാളി സ്ഥലത്തില്ലെന്ന് ആ സ്ത്രീ സമ്മതിച്ചു. എന്ന് വരുമെന്നായി വിൻസെൻറ്റിൻ്റെ ചോദ്യം. അതിന് ആ സ്ത്രീ മറുപടിയായി എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു. വിൻസെൻറ്റിന് അതൊട്ടുമുക്കാലും മനസ്സിലായില്ല. ഉപ്രഹള്ളി വരെ സംസാരിച്ചു കൊണ്ട് നടക്കുന്നതിനിടയിൽ ഇത്രയും കാര്യങ്ങൾ അവൻ ഊഹിച്ചു. മുതലാളി സ്ഥിരമായി ഇവിടെ താമസിക്കാറില്ല. ഊട്ടിയിൽ നിന്ന് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വന്ന തമിഴനാണ് ഷൺമുഖം. അയാൾക്ക് 3 ഭാര്യമാരും അമ്മയും 2 സഹോദരിമാരും ഉണ്ട്. ഇടയ്ക്കിടെ അയാൾ ഊരിലേക്ക് പോകും. പോയാൽ 2-3 ആഴ്ച കഴിഞ്ഞ് വരും. ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞും വരാറുണ്ട്. മിക്കപ്പോഴും അയാൾ ഭാര്യമാരെയോ സഹോദരിമാരെയോ കൂട്ടിക്കൊണ്ട് വരാറുണ്ട്. വന്നാൽ ഒരാഴ്ചയോ മറ്റോ താമസിച്ചാലായി. വളരെ നല്ലവനാണ് മുതലാളി. വേലക്കൂലി കൃത്യമായി കൊടുക്കും. ഇല്ലായ്മയുടെ കാലത്ത് കടം കൊടുക്കും. ആപത്തോ രോഗമോ മരണമോ കല്യാണമോ വന്നാൽ ആ കാലിൽ വീണ് ചോദിക്കുകയേ വേണ്ടൂ. ആർക്കും നിരാശരായി മടങ്ങേണ്ടി വരില്ല. ഇപ്പോൾ മുതലാളി പോയിട്ട് 6 ദിവസമായിരിക്കും. ഇനി ഏത് ദിവസം വേണമെങ്കിലും തിരിച്ചു വരാം. തമിഴന്മാർക്കാണെങ്കിൽ ജോലി കൊടുക്കാതിരിക്കില്ല. കന്നഡക്കാരോടും വലിയ സ്നേഹമാണ്. മലയാളികൾ ജോലിക്കാരായി അവിടെയുണ്ടോ എന്ന് വിൻസെൻ്റ് സൂത്രത്തിൽ അന്വേഷിച്ചു. ആരും ഇല്ലെന്നായിരുന്നു മറുപടി. ഉപ്രഹള്ളിയിൽ നിന്ന് ഒരു കാളവണ്ടിയിൽ കയറി വിൻസെൻ്റ് മഞ്ചനഹള്ളിയിലേക്ക് പോയി. അവിടെ നിന്ന് ബസ്സിൽ ചിക്ബലാപൂരിലേക്കും. ചിക്ബലാപൂരിൽ അവന് ചില അത്യാവശ്യ സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. കൂട്ടത്തിൽ സീമയെ ഒന്ന് ഫോണിൽ വിളിക്കുകയും ചെയ്യണമായിരുന്നു. വീണ്ടും ഒരു പ്രഭാതം കൂടി. വിൻസെൻ്റ് തൻ്റെ താവളം ചിറയുടെ താഴ്ഭാഗത്തുള്ള കരിങ്കൽമടയിലേക്ക് മാറ്റിയിരുന്നു. വള്ളിപ്പടർപ്പുകളിൽ മൂടിയ പാറകൾക്കിടയിൽ അവൻ്റെ സ്ഥാനം ഏറെക്കുറെ സുരക്ഷിതമായിരുന്നു. കണ്ടുപിടിക്കപ്പെട്ടാൽ രക്ഷപ്പെടാനോ അതാണ് നന്നെന്ന് അവൻ മനസ്സിലാക്കി വെച്ചു. മാത്രമല്ല, രാത്രിയായാൽ വള്ളിപ്പടർപ്പുകളിലൂടെ പാറമുകളിലേക്ക് തൂങ്ങിക്കയറി മുകളിൽ ചെന്ന് നിന്ന് ഫാം ഹൗസിലെ ചലനങ്ങൾ വളരെ വ്യക്തമായി നിരീക്ഷിക്കാനും പറ്റും. വിൻസെൻ്റ് നിലത്ത് വിരിച്ച ഷീറ്റ് മടക്കിക്കൊണ്ടിരിക്കെ ചിറകെട്ടിനു മീതെ ഫോൺ ശബ്ദവും ഇരമ്പലും കേട്ടു. അവൻ എഴുന്നേറ്റ് നിന്ന് നോക്കി. ഗേറ്റിന് മുന്നിൽ ഒരു ചുവന്ന ടൊയോട്ട കാളിസ്, അതിന് പിന്നിൽ നീല അംബാസിഡർ. ഗേറ്റ് കീപ്പർ ഓടി വന്ന് ഗേറ്റ് തുറന്നു കൊടുത്തു. പാൽ കൊടുത്ത ശേഷം ഒഴിഞ്ഞ പാത്രവുമായി മടങ്ങുന്ന സ്ത്രീ ചിറക്കെട്ടിൻ്റെ സൈഡിൽ വണങ്ങി കൂനിക്കൂടി നിൽക്കുന്നു. ടൊയോട്ട കാളിസ് മുൻപേ കടന്നുപോയി. ഫാം ഹൗസിൻ്റെ മുൻപിൽ അത് നിന്നു. തൊട്ടു പിന്നിൽ അംബാസിഡറും. ഫാം ഹൗസിലെ ജോലിക്കാർ തിരക്ക് പിടിച്ച് അങ്ങ് ഓടുന്നു. 2 പേർ തലക്കെട്ടഴിച്ച് വണങ്ങി നിൽക്കുന്നു. അംബാസിഡർ കാറിനുള്ളിൽ നിന്ന് 2 യുവതികൾ ഇറങ്ങി. ടൊയോട്ട കാളിസിൽ നിന്ന് കുറ്റിത്തലമുടിയും കറുത്ത കണ്ണടയുമുള്ള ഒരു പുരുഷനും. ഷൺമുഖമാണോ അത്? ഉപ്രഹള്ളിയിലെ കാസനോവ? 6 പെണ്ണുങ്ങളുമായി ഊരു ചുറ്റുന്നവൻ.
വിൻസെൻ്റ് സഞ്ചിക്കുള്ളിൽ നിന്ന് ബൈനോക്കുലർ എടുത്തു. അത്ര മെച്ചപ്പെട്ടതൊന്നുമായിരുന്നില്ല അത്. ചിക്ബലാപൂരിൽ അതിനേക്കാൾ നല്ലത് കിട്ടാനുണ്ടായിരുന്നില്ല. വിൻസെൻ്റ് ബൈനോക്കുലറിലൂടെ നോക്കി. മൂക്കുത്തി അണിഞ്ഞ യുവതികളുടെ ഉറക്കച്ചടവുള്ള മുഖമാണ് ആദ്യം ബൈനോക്കുലറിൽ വന്നത്. ക്വാർട്സിൽ നിന്ന് വേറെയും 2-3 തടിയന്മാർ ഇറങ്ങുന്നതേയുള്ളൂ. ബൈനോക്കുലർ കറുത്ത കണ്ണടക്കാരനെ ലക്ഷ്യം വെച്ച് വിൻസെൻ്റ് ഫോക്കസ് ചെയ്തു. അറിയാതെ അത്ഭുതത്തിൽ ഒരു ശബ്ദം അവനിൽ നിന്ന് ഉയർന്നു. കണ്ണുകൾ പുറത്തേക്ക് തള്ളി. താടിച്ചുഴിക്ക് കീഴിലെ ആ മറുക്. MS ഷൺമുഖം, ഊട്ടിക്കാരൻ, തമിഴൻ, നല്ലവനേക്കാൾ നല്ലവൻ, പാൽക്കാരിയുടെ ഭാഷയിൽ ദാനശീലൻ, സഹകാര. 3 ഭാര്യമാരെയും 2 സഹോദരിമാരെയും അമ്മയെയും തീറ്റിപ്പോറ്റുന്ന കുടുംബനാഥൻ. അവന് പക്ഷേ 3.5 കൊല്ലം മുമ്പ് കത്തിക്കരിഞ്ഞുപോയ പള്ളിത്താഴത്ത് സെബാസ്റ്റ്യൻ്റെ മുഖം. വിൻസെൻ്റ് ബൈനോക്കുലർ എടുത്തു വെച്ചു. ഫാം ഹൗസിലേക്ക് നോക്കി. അതിൻ്റെ ഓരോ മുക്കും മൂലയും നിരീക്ഷിച്ചു. പുറമേ ചലനങ്ങളൊന്നുമില്ല. നോവൽ വീണ്ടും തുടരും.